ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഈ അനധികൃതമായി കുടിയേറി വന്നിട്ട് സിറ്റിസൺഷിപ്പിന് കാത്തിരിക്കുന്നവരുണ്ടാവും. അവരിൽ മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശ് ആയതുകൊണ്ട് മുസ്ലിങ്ങളായിരിക്കും. അവർക്ക് പൗരത്വം കൊടുത്താൽ, അവിടുത്തെ പൗരത്വം കൊടുത്ത് വോട്ടർമാരാക്കി മാറ്റിയാൽ അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഗുണം ചെയ്യും, ചില പാർട്ടികൾക്ക് ദോഷവും ചെയ്യും. ആസാമിലെ ഒരു മുസ്ലിം പയ്യൻ വന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് മതം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് ഒന്ന് അനധികൃത കുടിയേറ്റക്കാരനായ മുസ്ലിമാനായിരിക്കും, രണ്ട് അവൻ മതം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അനധികൃതമായി ഒരു ഇന്ത്യൻ പെൺകുട്ടി കൂടി അനധികൃത താമസക്കാരായി മാറുകയാണ്, കുടുംബമായി തീരുകയാണ്. വേറൊന്ന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ പക്ഷേ ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങൾ കൂടി അവർക്കുണ്ടാകാം. എന്താ ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ എന്റെ മതത്തിലേക്ക് ഒരാളെ കൂട്ടാൻ ഞാൻ പ്രണയം എന്ന ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായ വികാരത്തെ കരുവാക്കും. ലവ് ജിഹാദിനെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാരല്ല, നമ്മുടെ ഗവൺമെന്റ് അല്ല, നമ്മുടെ നിയമനിർമ്മാണമല്ല, നമ്മുടെ മക്കളാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ ഈ BJPയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഈ ലവ് ജിഹാദ് വിഷയം, ലവ് ജിഹാദിനെതിരെ നിയമം നടപ്പിലാക്കും എന്നുള്ളത് അതിപ്പോ നടപ്പിലാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് ശക്തമായി നടപ്പിലാക്കി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പൊ അതിന് ഒരു ലവ് ജിഹാദ് നിയമമാക്കും, അതിൽ ആ കുറ്റകൃത്യം ചെയ്യുന്നവരെ തടവ് ശിക്ഷ വരെ ഉണ്ട് എന്നാണ് നിയമം പോകുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാണ് പോകുന്നത്. അത് പിന്നെ ഏതെങ്കിലും ഒരു ഇപ്പൊ ആസാമിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആസാമിൽ അത് പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാസ് ശർമ്മയാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതില് ഒരുപാട് അപ്രായോഗിക വശങ്ങൾ ഇല്ലേ? അതൊക്കെ ഒരു എങ്ങനെ നമുക്ക് പൂർണ്ണമായ ഒരു നിയമമായി കാണാൻ കഴിയുമോ? അതിൽ തെറ്റുണ്ട്, പക്ഷേ എങ്കിലും ഇത് ഇന്ത്യയിൽ വരുന്ന പുതിയ പരിഷ്കാരങ്ങൾ, പുതിയ നിയമനിർമ്മാണങ്ങളിൽ പലതും ഇന്ത്യക്കാർ മൊത്തത്തിൽ ഒരു വലിയ കൺസേൺ ആയിട്ട് എടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇത് ഈ ആസാമിന്റെ പ്രശ്നം, ഇപ്പോൾ പൗരത്വ നിയമം വന്നത് അവിടുന്നാണ്, ഓർമ്മയില്ലേ? ഈ ആസാമിലെ പൗരത്വ പ്രശ്നം ഒരു അതിർത്തി സംസ്ഥാനത്തെ വളരെ വളരെ സെൻസിറ്റീവായ ഒരു അതിർത്തി സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളാണ്. അത് ഇന്ത്യക്കൊട്ടാകെ ബാധകമേ അല്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 2014 മുമ്പ് ഇവിടെ വന്ന് അനധികൃതമായി താമസിക്കുന്ന വിദേശ പൗരന്മാർ, പൗരത്വത്തിന് കാത്തുകിടക്കുന്ന എത്ര പൗരന്മാർ? കേരളത്തിൽ എത്ര പേരുണ്ടാവും? വട്ടപൂജയായിരിക്കും. തമിഴ്നാട്ടിൽ എത്ര പേരുണ്ടാവും? കർണാടകയിൽ ഉണ്ടാവില്ല. ഇതൊന്നും നമ്മുടെ ഒരു മൊത്തം ഇന്ത്യയുടെ ഇഷ്യൂ അല്ല, അതൊരു അതിർത്തി സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അത്തരം സംസ്ഥാനങ്ങളിലെ ഡെമോഗ്രാഫിയെ, അവിടുത്തെ ഡെമോക്രസിയെ, അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ, രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ബാധിക്കുന്ന ഇഷ്യൂ ആണത്. അതുകൊണ്ട് മാറി മാറി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഈ അനധികൃതമായി കുടിയേറി വന്നിട്ട് സിറ്റിസൺഷിപ്പിന് കാത്തിരിക്കുന്നവരുണ്ടാവും. അവരിൽ മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശ് ആയതുകൊണ്ട് മുസ്ലിങ്ങളായിരിക്കും. അവർക്ക് പൗരത്വം കൊടുത്താൽ, അവിടുത്തെ പൗരത്വം കൊടുത്ത് വോട്ടർമാരാക്കി മാറ്റിയാൽ അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണം ചെയ്യും, ചില പാർട്ടികൾക്ക് ദോഷവും ചെയ്യും. ഈ പൊളിറ്റിക്കൽ ബാലൻസ് ആണ്, ഈ ഒരു തർക്ക വിതർക്കങ്ങളാണ് നമ്മൾ ഈ വലിയ കാര്യമായിട്ട് കാണുന്നത്. സത്യത്തിൽ അത് ഈ രാജ്യമൊട്ടാകെ അങ്ങനെ ഒരു നിയമം വന്നാൽ പോലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും അത് ബാധിക്കുന്ന ഒന്നല്ല. ഇതുപോലെ ഒന്നായിട്ട് തന്നെ വേണം ഇപ്പോ ഹേമന്ത് ബിശ്വ ശർമ്മ അല്ലെ, അവിടുത്തെ മുഖ്യമന്ത്രി, അസം മുഖ്യമന്ത്രി, ഇപ്പോ ഒരു പുതിയ നിയമം, ഈ നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, ഇത്തരം നിയമങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ക്യാമ്പയിനാണ്. അതുകൊണ്ട് ഇപ്പോൾ നിയമം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു മാറ്റവും മൗലികമായിട്ട് വരാനൊന്നുമില്ല. പക്ഷെ ഒരു ക്യാമ്പയിനാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ 3 അതിർത്തി രാജ്യങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രം വരുന്ന കുടിയേറ്റക്കാർക്ക് അല്ലെങ്കിൽ അനധികൃത താമസക്കാർക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിൽ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് പൗരത്വം കൊടുക്കുന്നൊക്കെ പറയുന്നതിൽ ഒരു പോളിസി ഉണ്ട്. വേണമെങ്കിൽ അതിപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയെ ചോദ്യം ചെയ്യാനുള്ള 3 വഴിയാണുള്ളത്. ഒന്ന്, നമുക്ക് അതിനെ പാർലമെന്റിനും പുറത്തും ആശയപരമായ സംവാദങ്ങളിലൂടെ ഡിബേറ്റ് ചെയ്യാം, അതിന്റെ ശരി തെറ്റുകളൊക്കെ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം, പോളിസി മാറ്റർ എന്ന് പറയുന്നത് എന്താ? BJP ഗവൺമെന്റിന് അങ്ങനെ ഒരു പോളിസി ഉണ്ട്. അതായത് ഈ 3 രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒരു BJPയുടെ നരേറ്റീവ് അനുസരിച്ച് അവിടെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടാൻ ഇടയുണ്ട്. അത് റിയാലിറ്റിയുമായി പലപ്പോഴും ഞാൻ അതിനെ ഡിബേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന 2 കൂട്ടരാണ്. ഒന്ന്, മുസ്ലിങ്ങളിലെ തന്നെ മൈനോറിറ്റീസ്. ഉദാഹരണം, പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ, ചരിത്രത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ആരാണ്? അവിടുത്തെ ഈ അഹമ്മദിയ മുസ്ലിങ്ങളാ. മുസ്ലിങ്ങളുടെ തന്നെ ഒരു മൈനോറിറ്റിയാണ്. ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ആരാണ്? സെക്യുലർ മുസ്ലിങ്ങളാണ്. മനസ്സിലായില്ലേ?
അഫ്ഗാനിസ്ഥാനിലെയും സ്ഥിതി അതാണ്. അതായത് ഈ സെക്കുലറായ മുസ്ലിങ്ങൾ, ലിബറലായ മുസ്ലിങ്ങൾ, മൈനോറിറ്റി ഷിയാക്കള്, ഷിയ മുസ്ലിങ്ങൾ, ബംഗ്ലാദേശിലും ഉണ്ടായ ഇഷ്യൂ. ഇപ്പൊ ഷിയ മുസ്ലിം ഈ ജമാഅത്തുകളാണ് ഏറ്റവും ജമാഅത്തുകൾ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടുത്തെ തീവ്ര മുസ്ലിം സംഘടന. അവരെപ്പോഴും ആരെയാണ് അവിടെ ഷിയാക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ലിബറൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഫോർവേഡ് ആയിട്ട് മുസ്ലിങ്ങളെ, പ്രോഗ്രസീവ് അവരുടെ ആൾക്കാരെ. അപ്പോ ഈ നെറേറ്റീവിന്റെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഈ BJP വിചാരിക്കുന്നത്, BJP ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ BJP പരത്തുന്ന ഒരു വലിയ ക്യാമ്പയിൻ എന്താന്ന് വെച്ചാൽ, അവിടെ പാകിസ്ഥാനാണല്ലോ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണല്ലോ, അവിടെ ഹിന്ദുക്കള് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളായിരിക്കും പീഡിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനവർ പറയുന്ന ഒരു കാരണം, സെൻസസിൽ ഒരു കറക്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ അവിടുത്തെ ന്യൂനപക്ഷ ജനസംഖ്യ ഇതിൽ കുറവ് വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അവർക്ക് പല രാജ്യങ്ങളിൽ കുടിയേറി പോകുന്നു. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നത് നമ്മളെക്കാൾ കൂടുതൽ അവിടെ നിന്നൊക്കെയാണ്. അത് ആ പോകുന്നത് പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതലുണ്ടാവും. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇത് പഠിച്ചിട്ട് വേണം. അതേസമയത്ത് ഇപ്പൊ ഈ ലവ് ജിഹാദിനെ കുറിച്ചുള്ള പ്രശ്നം അത് ആസാമിലെ നിന്ന് വരുമ്പോൾ ഗൗരവമായിട്ട് എടുക്കേണ്ടെന്ന് ആസാമിൽ നിന്ന് തുടങ്ങുന്നത്. ഇദ്ദേഹം കുറെ കൂടി തീവ്രമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. പലരോടും രാഹുൽ ഗാന്ധിയോടൊക്കെ കാണിച്ചു കണ്ടില്ലേ? അങ്ങനെ ഒരു ഉഗ്രപ്രതികാരം ഒരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നിലപാട് അവിടെ ഉണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത കൂടിയാണ്, കുറച്ച് ഓവർ ഹൈപ്പർ ആക്റ്റീവ് ആണ് അദ്ദേഹം. പക്ഷെ ആസാമിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയത്തെ ഒരു കെണിയാക്കിയെടുക്കുക. പ്രണയം എന്ന വിശുദ്ധ വികാരത്തിൽ മതം പോലുള്ള താരതമ്യേന അപ്രധാനമായ ഒരു ഘടകത്തെ കൊണ്ടുവരിക. അപ്രധാനം എന്ന് ഞാൻ പറയുന്നത് ഈ പ്രണയത്തിന്റെ മുമ്പിൽ അപ്രധാനമാണ്. പ്രണയിക്കുന്ന രണ്ട് ആത്മാവുകൾക്ക് എവിടെയാണ് മതം, എവിടെയാണ് സാമ്പത്തിക, ജാതി എവിടെ, മതം, അതെ അത്രേ ഉള്ളൂ. ജാതി എവിടെ, മതം എവിടെ, ഇത്തരത്തിലുള്ള സമുദായം എവിടെ, വിശ്വാസം എവിടെ, ദൈവം എവിടെ, ഇതൊന്നുമില്ലല്ലോ. അതിനൊക്കെ അപ്പുറത്തുള്ള അതീതമായൊരു വികാരമാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഇത് ആസാമിൽ നിന്ന് വരുമ്പോൾ ആലോചിക്കേണ്ടത്, ആസാമിലെ പ്രശ്നം വേറെയാണ്. ആസാമിൽ ഇപ്പോൾ ഒരു മുസ്ലിം പയ്യൻ വന്നു. ആസാമിലെ മുസ്ലിങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ആസാമിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ ഈ വളരെ ഗവൺമെന്റ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആസാമിലെ ഒരു മല കയറി വന്നാൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചില്ലറ കൈക്കൂലി കൊടുത്താൽ കയറി വരാൻ പറ്റും. അനധികൃതരായ ആള് ഇപ്പൊ ആസാമിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരോട് ചോദിച്ചു നോക്കുക, അടിസ്ഥാന രേഖകൾ പലപ്പോഴും കുറവായിരിക്കും. ആസാമിൽ നിന്ന് മാത്രമല്ല, ബംഗാളി നമ്മൾ വിളിക്കുന്ന പശ്ചിമ ബംഗാളുകാരുണ്ടല്ലോ, ബംഗ്ലാദേശുകാരായിരിക്കും. അപ്പൊ ഇങ്ങനെ കയറി വരുന്നത് അതിലെ ഒരു പ്രത്യേകതയുള്ളത്, ആസാമിലേക്ക് രണ്ടു കൂട്ടരും ചെല്ലുന്നുണ്ട്. ആസാമിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളും ചെല്ലുന്നുണ്ട്, അതിലേക്ക് മറ്റൊരു. പക്ഷെ നമ്മളെ ഇത് പറയുമ്പോൾ മാഷായിട്ട് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഈ വിഷയം തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു ലവ് ജിഹാദ് വിഷയം ഉണ്ടായിരുന്നു. മാഷും ഞാനും മറ്റേ ആലപ്പുഴത്തെ ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ ചർച്ചയിൽ വന്നിരുന്നു, അഖില എന്ന ആദിയ എന്ന കുട്ടിയെ. അപ്പൊ നമ്മള് കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഇത് ഉണ്ടായിരുന്നില്ലേ എന്ന് അത് നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ആദ്യത്തെ പാർട്ടി ഇത് ആസാമിൽ നിന്ന് വരുന്നില്ല. ആസാമിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട ഡ്യൂ മാർക്കേ കൊടുക്കാവൂ. ആസാമിലെ ഇഷ്യൂ വേറെയാണ്. ആസാമിലെ ഒരു മുസ്ലിം പയ്യൻ വന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് മതം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത്, ഒന്ന് അനധികൃത കുടിയേറ്റക്കാരനായ ഒരു മുസൽമാനായിരിക്കും, രണ്ട് അവൻ മതം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അനധികൃതമായി ഒരു ഇന്ത്യൻ പെൺകുട്ടി കൂടി അനധികൃത താമസക്കാരായി മാറുകയാണ്, കുടുംബമായി തീരുകയാണ്. വേറൊന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങളും കൂടി അവർക്ക് ഉണ്ടാകാം. അപ്പോ രാജ്യവിരുദ്ധമായ താല്പര്യങ്ങളും കൂടി അടങ്ങുന്നതാണ് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അവിടുന്ന് CAB എന്ന് പറയുന്ന ബില്ല് വരുമ്പോഴും, അവിടുന്ന് ഇപ്പോ ലവ് ജിഹാദിനെതിരെ ബില്ല് വരുമ്പോഴും അതിന് അവിടുത്തെ ഒരു കോണ്ടസ്റ്റില് അവിടുത്തെ സാഹചര്യത്തിൽ കൂടി പരിഗണിച്ചിട്ട് വേണം മാർക്കിടാൻ എന്നാണ് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ലവ് ജിഹാദ് ആസ് എ ബേസിക് കൺസെപ്റ്റ്, ഒന്നാമത്തെ ചോദ്യം ഉണ്ടോ എന്നാണ് നമ്മുടെ ബുദ്ധിജീവികൾ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ തൽക്കാലം കേരളത്തിലെ കോണ്ടസ്റ്റിൽ എടുത്തോളൂ. കേരളത്തിലെ കോണ്ടസ്റ്റിൽ ഞാൻ ഈ ബുദ്ധിജീവികളോടൊക്കെ തർക്കിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, ലവ് ജിഹാദേ ഇല്ല. എന്താ ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് എൻ്റെ മതത്തിലേക്ക് ഒരാളെ കൂട്ടാൻ, ഞാൻ പ്രണയം എന്ന ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായൊരു വികാരത്തെ കരുവാക്കുന്നു, കെണിയാക്കുന്നു. അതിനാണല്ലോ ട്രാപ്പാണ്, ലവ് ട്രാപ്പില് ചതിയാണ്. കാരണം കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവളുടെ തരളിതമായ സ്വപ്നങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയത്തെ അവൾ പോലും അറിയാതെ
ഒരു മതത്തിന്റെ കെണിയിലേക്ക് എന്താ കൊണ്ടുവരിക? പ്രണയിച്ച് ഒരു പരുവത്തിൽ എത്തുമ്പോൾ അവൾക്ക് അവനെ പിരിയാതെ ജീവിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ആണ് അതിന് മറയായി യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആകുമ്പോൾ പക്ഷേ ഈ സോഷ്യൽ മീഡിയയും മറ്റു സംഗതികളും വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പേര് ഞാനും മാഷും കേട്ടിട്ടില്ല. ഇപ്പൊ എൻ്റെ ഇപ്പം സാറിന്റെ മാഷിന്റെ മുൻ തലമുറക്കാര്, എൻ്റെ അച്ഛന്റെ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ അന്യമതസ്ഥരായ ഒരു സ്ത്രീയെ പിന്നെ മറ്റൊരു മതസ്ഥൻ സ്നേഹിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഇങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. അല്ല, ഇപ്പോ പേരുണ്ടായതിന് സോഷ്യൽ മീഡിയ അല്ല ഉത്തരവാദി. അത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്ന വലിയ മാറ്റമാണ്. ലോക പൊളിറ്റിക്സിൽ ആ മാറ്റം വന്നു. ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ ജിഹാദ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പൊളിറ്റിക്സിൽ വന്നില്ല. ജിഹാദ് എന്ന് പറഞ്ഞ ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ അവനവന്റെ മതത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നൊരർത്ഥമുണ്ട്. അതിന് വിശാലമായ അർത്ഥത്തിൽ ആത്മീയമായ അർത്ഥം വേറെയാണ്. എന്റെ ഉള്ളിൽ ഒരു ദൈവീകമായ ശക്തിയുണ്ട്, ഒരു പൈശാചികമായ ശക്തിയുണ്ട്. എന്റെ ഉള്ളിലെ ഓരോ മനുഷ്യനും അവന്റെ ഉള്ളിലെ പൈശാചികമായ ശക്തിയെ, ദൈവീകമായ ശക്തിയെ പൊലിപ്പിച്ചെടുത്തിട്ട് തകർക്കണം. അതാണ് ആത്മസംസ്കരണം എന്ന് പറയുക. അതിനാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിപരമായ അർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഭൂമിയിൽ ഈ പൈശാചികമായ മൂല്യങ്ങൾക്കുമേൽ ധാർമ്മികമായ മൂല്യങ്ങളുടെ സംസ്ഥാപനം. അതിനാർക്കും ആ അർത്ഥത്തിൽ സമരം എന്ന് വിളിക്കാലോ. കുരുക്ഷേത്രം ധർമ്മസമരമല്ലേ? നമുക്ക് ഏത് മൂല്യത്തെയും, ഭൂമിയിൽ സനാതന മൂല്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഏതൊരു പോരാട്ടത്തെയും, ഏത് സഹന സമരത്തെയും വിളിക്കാം. ഇനിയിപ്പോൾ അത് ഒരു ഘട്ടത്തിൽ ചരിത്രത്തിലെ ഇതിഹാസമാണെങ്കിൽ പോലും കുരുക്ഷേത്ര യുദ്ധത്തെ നമുക്ക് അങ്ങനെ ഒന്നായിട്ട് വിളിക്കാം. ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഇത്. പക്ഷേ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഒരു മതം, പ്രത്യേകിച്ച് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് ഈ മതപരിവർത്തനത്തിലൂടെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ നടക്കുന്ന എല്ലാതരം നീക്കങ്ങളെയും ജിഹാദ് എന്ന് പറയുന്നു. ഇപ്പോൾ ആ വാക്കുണ്ടായി തീർന്നത് ഇസ്ലാമോഫോബിയ ലോകമൊട്ടാകെ പടർന്ന കാലത്താണ്. ഇന്ത്യയിൽ അത് സമീപകാലത്ത് ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വന്നപ്പോൾ ഒരു 25 വർഷം, 25-ൽ കൂടുതൽ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അത് ഉണ്ടായി വന്നത് സോഷ്യൽ മീഡിയ കൊണ്ടല്ല കേട്ടോ. സോഷ്യൽ മീഡിയ അതിനെ പ്രചരിപ്പിച്ചു എന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എല്ലാത്തിനെയും പ്രചരിപ്പിക്കും, എല്ലാ നല്ലതിനെയും പ്രചരിപ്പിക്കും, എല്ലാ ചീത്ത കാര്യങ്ങളെയും പ്രചരിപ്പിക്കും. അത് നമ്മുടെ സെലക്ഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ ലവ് ജിഹാദ് ഉണ്ടോ എന്ന ചോദ്യത്തിന് എന്താ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ അർത്ഥം? പ്രണയത്തെ ഒരു കെണിയാക്കി ഉപയോഗിച്ചിട്ട് സ്വന്തം മതത്തിലേക്ക്. ഇപ്പൊ ഈ ലവ് ജിഹാദ് എന്ന പ്രയോഗം പ്രത്യേകമായിട്ട് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ എത്തിക്കുന്ന പ്രക്രിയക്കാണ്. തിരിച്ചും സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ പ്രക്രിയക്ക് മാത്രമാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടോ എന്ന ചോദ്യത്തിന് നമ്മളെ ബുദ്ധിജീവികൾ പറയുന്ന ഉത്തരം ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ് സാറേ ഇല്ല എന്ന് പറയുന്നത്? കേസ് എവിടെ? പോലീസ് സ്റ്റേഷനിൽ എവിടെ കേസ്? എവിടെ? കോടതിയിൽ കേസ് എവിടെ എന്നാണ് ചോദ്യം. വളരെ സെൻസിറ്റീവായ ഒരു ചോദ്യവും ഉത്തരവാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ ഒരുപാട് തലങ്ങളിൽ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കുടുംബത്തിലൊരു കുട്ടി, ഇപ്പോൾ അയ്യപ്പന്റെ മോള്, ആരെങ്കിലും ഒരു കുട്ടി ഒരാളെ പ്രണയിക്കുന്നു. അത് എൻ്റെ മോനാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു മുസ്ലിം പയ്യനെ ഒരു ഹിന്ദു പെൺകുട്ടി പ്രണയിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവർക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിച്ചു പോകാൻ രണ്ടിലൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഇവർ സ്വീകരിക്കുന്നു. അത് ആവശ്യമില്ലാത്തതാണ്. ഒന്നാമത്തെ കാര്യം, പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഒരു പാഠം, ലവ് ജിഹാദിനെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാരല്ല, നമ്മുടെ ഗവൺമെന്റ് അല്ല, നമ്മുടെ നിയമനിർമ്മാണമല്ല, നമ്മുടെ മക്കളാണ്. ആരാണ് പ്രണയിക്കാൻ പോകുന്നത്? ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയാറുണ്ട്, പ്രണയിക്കുന്നുണ്ടോ മതം എന്ന് മിണ്ടിപ്പോകരുത്. അത് പറയണം. കുട്ടികളാണ് ശരിക്കും ലവ് ജിഹാദിനെ തോൽപ്പിക്കേണ്ടത്, നമ്മുടെ കുട്ടികളാണ്. എല്ലാ പെൺകുട്ടികളും തന്റെ ഇടം കാണിക്കണം. ഇപ്പൊ പെൺകുട്ടികൾ പലതും പഴയ ഒരുപാട് ദുരാചാരങ്ങൾ ഇവർ കളഞ്ഞല്ലോ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വിദ്യാഭ്യാസം വന്നപ്പോൾ കുട്ടികൾ പറയാൻ തുടങ്ങിയ സ്ത്രീധനം ചോദിച്ച് എന്റെ പടി കടന്നു പോകരുതെന്ന് ഇപ്പൊ പറയുന്ന അച്ഛനും അമ്മയല്ല, അപ്പൊ പെൺകുട്ടികളാണ് പറയേണ്ടത്. ഞാൻ നിന്നെ പ്രണയിച്ചു കൊള്ളാം. പണ്ട് സാറാമ്മ പറഞ്ഞ പോലെ പറയണം കേശവൻ നായരോട്, ഞാൻ നിന്നെ പ്രണയിച്ചു കൊള്ളാം. ഒരു പ്രതിഫലവും കൂടാതെ ബഷീറിന്റെ പ്രേമലേഖനം, ഞാൻ നിന്നെ പ്രണയിച്ചു കൊള്ളാം, രാവും പകലും ഞാൻ നിന്നെ പ്രണയിച്ചു കൊള്ളാം, എനിക്കൊരു ശമ്പളവും തരണ്ട, നിന്റെ മക്കളെ ഞാൻ പെറ്റു പോറ്റിക്കൊള്ളാം, നിന്നോടൊപ്പം ഭൂമിയുടെ ഏതറ്റത്തും പോയി ഞാൻ ജീവിച്ചു കൊള്ളാം, പക്ഷേ നിന്റെ ഒരു ഇഷ്ടവും എന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അതാണല്ലോ പറയുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടാളും കൂടി നാട് വിടാൻ തീരുമാനിക്കുമ്പോൾ ഓർമ്മയില്ലേ, ഒരു ചായക്കടയിൽ കയറി. കേശവൻ നായർ പുരുഷനാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും എത്ര പ്രണയിച്ച് ഒന്നായി തീർന്നാലും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പുരുഷൻ കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം ചായക്കടയിൽ കയറി, ചേട്ടാ 2 ചായ. സാറാമ്മ തിരിഞ്ഞു നിന്നു, എന്തോ എവിടുത്തെ ന്യായം? ഞാൻ ചായ കുടിക്കണം നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളെ പ്രണയിച്ചോളാന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഞാൻ ചായ കുടിച്ചോളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ
പ്രണയിനിയുടെ ഭക്ഷണം പോലും നമ്മൾ നിർണ്ണയിക്കാൻ പാടില്ല. അതെ. പിന്നെ എങ്ങനെ അവളെ ബഷീറിന്റെ സാഹിത്യമായിട്ടാണ് ഞാനിത് മനസ്സുകൊണ്ട് ചിരിച്ചു ആ, അവളെ പിന്നെ എങ്ങനെ ബഷീർ മതം വലിയൊരു സന്ദേശമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നല്ലേ പിന്നെ എങ്ങനെ അവളുടെ മതം വരുന്നത്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ ചർച്ചിൽ പോകുമ്പോ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ അമ്പലത്തിൽ വരണമെന്നില്ല. ഞാൻ ചർച്ചിൽ പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നല്ലത്. നിങ്ങൾക്ക് പുറത്തോ അകത്തോ നിൽക്കാം. എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾ ഇടപെടണ്ട, എൻ്റെ സംസ്കാരത്തിൽ ഇടപെടണ്ട, ശീലത്തിൽ ഇടപെടണ്ട. നമ്മൾ രണ്ട് ആത്മാവുകൾ ഒന്നായി തീർന്നാൽ ഒരു ജീവിതം ഒന്നായി തീർന്നു എന്നേ അർത്ഥമുള്ളൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത് തീരുമാനിക്കേണ്ടത് ആദ്യം നമ്മുടെ പെൺകുട്ടികളാണ്, ആൺകുട്ടികളുമാണ്, ചെറുപ്പക്കാരാണ് തീരുമാനിക്കേണ്ടത്. പ്രണയം എന്ന വിശുദ്ധ വികാരത്തിൽ മനുഷ്യർ തമ്മിൽ വഴക്കും വക്കാണവും തല്ലും അക്രമവും ഉണ്ടാക്കുന്ന, ചോരച്ചൊലിച്ചിലുണ്ടാക്കുന്ന, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ള മതം എന്ന വികാരം വരരുത്. അത് പറയണം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ ഒരു ഘടകം സമയം ഇതിനനുസരിച്ച്. അപ്പൊ രണ്ടാമത്തെ ഒരു ഘടകം എന്താ? രണ്ടാമത്തെ ഘടകം നിയമം കൊണ്ടുവരാം. ഇപ്പോൾ ലവ് ജിഹാദ് പാടില്ല. എങ്ങനെ നിയമം കൊണ്ടുവരാം? നിയമം കൊണ്ടുവരണമെങ്കിൽ ഒരു പരാതിക്കാരൻ വരണം. ഇപ്പൊ എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ പെട്ടു എന്ന് വിചാരിച്ചു. പല കാരണങ്ങളാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടില്ല. കാരണം അത് അപമാനകരമായി കാണുന്ന ഒരു സമൂഹമാണ്. രണ്ടാമത്തേത്, എൻ്റെ ഒരു കുട്ടിയാണ് ഇത്തരം ഒരു അബദ്ധത്തിൽ മീൻസ് ഇങ്ങനെ ഒരു വിഷയത്തിൽ പെട്ടതെങ്കിൽ അടുത്ത കുട്ടികളുണ്ടാകും. അവരുടെ ഭാവി പ്രധാനമാണ്. എൻ്റെ കുടുംബം, എൻ്റെ പെങ്ങന്മാരുടെ മക്കൾ, അങ്ങനെ ഒരുപാട് പേരുടെ കുടുംബത്തെ ബാധിക്കുന്നുള്ളൂ. ആരും പരാതിപ്പെടാൻ പോകില്ല. ഇനി അഥവാ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ അടുത്ത അപകടം എന്താ അപകടം എന്നറിയോ? കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഇത് പോകാത്തത് കൊണ്ട് ഇത് നാട്ടുകാരിടപെട്ട് തീർക്കാൻ ശ്രമിക്കും. ആരാ ഇടപെടുക? ഒരു ഭാഗത്ത് ഒരു കൂട്ടം വർഗീയവാദികൾ, ഇപ്പുറത്ത് മറുകൂട്ടം വർഗീയവാദികൾ. നാട്ടിൽ കലാപം ഉണ്ടാകും, വേറെ വല്ലതും വേണം. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ? ഉണ്ട്. എന്റെ മതത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊടുക്കാൻ, അതാണ് ജീവിത ലക്ഷ്യമെന്ന് തീരുമാനിക്കുന്ന പരമമണ്ടന്മാർ ഒരുപാട് ഇപ്പോഴും ഭൂമിയിലുണ്ട്. എന്നിട്ട് ഇവളെയും കൊണ്ട് പലപ്പോഴും ആലോചിച്ചു, ഇവളെയും കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുക, ഇവളെയും കൊണ്ട് സിറിയയിലേക്ക് പോവുക, എന്നിട്ട് ആ മരുഭൂമിയിൽ കിടന്നിട്ട് അവനവൻ ഈ ഗർഭിണിയായ കുട്ടികൾ പോലും കഷ്ടപ്പെടുക. എന്നിട്ട് അവിടുത്തെ തടവറകളിൽ ഓർമ്മയില്ല, സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. NIA തന്നെ കണ്ടെത്തിയ എത്ര കേസുകളുണ്ട്? ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഉണ്ട്, വാസ്തവമാണ്. പക്ഷെ നിയമം കൊണ്ടുവരുമ്പോൾ എളുപ്പമല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യത്തില് നിയമം അത്ര എളുപ്പമൊന്നുമല്ല. നിയമത്തിന് മുമ്പിൽ ആരാ പരാതിപ്പെടുക? പിന്നെ എന്താ പ്രശ്നം എന്നറിയോ? ഈ നിയമത്തിൽ ഞാൻ കേട്ടൊരു വ്യവസ്ഥ, ഇങ്ങനെ കേട്ടറിഞ്ഞവർക്ക് പോലും പരാതിപ്പെടാം. അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെ എന്റെ മോളെ അന്യമതക്കാരനായ ഒരാൾ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് അയ്യപ്പൻ കേട്ടാൽ അയ്യപ്പനും പോയി പരാതിപ്പെടാം. അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം ആരോടെങ്കിലുമൊക്കെയുള്ള വ്യക്തിവിരോധം, ആരോടെങ്കിലുമൊക്കെയുള്ള അയൽപക്ക തർക്കം, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുവരാം. 2, ഒരാളുടെ മനസ്സെങ്ങനെ നിർണ്ണയിക്കും? മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഔട്ട് ഓഫ് വിൽ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോ പല പ്രണയങ്ങളും അങ്ങനെയാണ്. ഇപ്പോ മുഹമ്മദ് അലി ജിന്നയെ ആവേശപൂർവ്വം പ്രണയിച്ചിരുന്നു അത്രേ സരോജിനി നായിഡു. ചരിത്രം അങ്ങനെ പറയുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേർ അതുപോലെ തന്നെയാണ്. അതിനുശേഷം മുഹമ്മദ് അലി ജിന്നയെ കയറി പ്രണയിച്ച റൂത്തി എന്ന പാസി പെൺകുട്ടിയാണ്. ഈ നമ്മുടെ നുസ്ലിവാഡിയയുടെ അറിയാലോ, ഈ ബോംബെ ഡൈയിങ് കുടുംബത്തില് അവരെയാണ് പിന്നെ കല്യാണം കഴിച്ചത്. അപ്പോഴും 2 സമുദായങ്ങളാണ്. ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് ചില പ്രണയിനികൾ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങയുടെ വിശ്വാസമല്ലേ, എനിക്ക് അങ്ങാണ് പ്രധാനം, അതുകൊണ്ട് അങ്ങയേക്കാൾ മഹത്തരമായിരിക്കും അങ്ങയുടെ വിശ്വാസം എന്ന് പറഞ്ഞ് സ്വമേധയാ ചേരുന്നവരുണ്ട്. എങ്ങനെ തീരുമാനിക്കും? സ്വമേധയാ അല്ല, ഔട്ട് ഓഫ് കമ്പൽഷൻ ആണ്. അവൻ നിർബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവന്റെ കുടുംബം നിർബന്ധിച്ചിട്ടാണ്, അവന്റെ സമുദായം നിർബന്ധിച്ചിട്ടാണ്. എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ മനുഷ്യന്റെ വില്ല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ജനാധിപത്യപരമായ സ്വയംബോധ്യം. ആ സ്വയംബോധ്യത്തിന് നമ്മൾ എങ്ങനെ കേസെടുക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെ കൺവെർഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ തന്നെ നിരോധിക്കേണ്ടി വരും. കൺവെർഷൻ സ്വയം ആത്മബോധ്യപ്രകാരമാണെങ്കിൽ നമുക്ക് എങ്ങനെ നിരോധിക്കാൻ പറ്റുക? ഇപ്പൊ അംബേദ്കർ 1936 അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എനിക്ക് മടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഹിന്ദു മതം എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് 36 തൊട്ട് 20 കൊല്ലം അദ്ദേഹം ലോകത്തിലെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ്. 56 അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ബുദ്ധനാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മതം, അതുകൊണ്ട് ഞാനും എൻ്റെ അനുയായികളും ബുദ്ധമതത്തിൽ ചേരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ബുദ്ധമതത്തിൽ ചേരുകയാണ്. നമുക്ക് എങ്ങനെ അതിനെ കൺവെർഷൻ എന്ന് വിളിക്കും? ആ കൺവെർഷൻ എങ്ങനെ നടപടിയെടുക്കും? അപ്പൊ ഇതിൽ പൗരാവകാശത്തെ ബാധിക്കുന്ന ഇഷ്യൂ ഉണ്ട്, മനുഷ്യന്റെ സ്വയംബോധ്യം എന്ന ഇഷ്യൂ ഉണ്ട്, സർവോപരി ആര് പരാതിപ്പെടും എന്ന ഇഷ്യൂ ഉണ്ട്. ഇതിൽ അന്തിമമായ ഒരു പരിഹാരം ബോധവൽക്കരണമാണ്. ബോധവൽക്കരണം നമ്മുടെ യുവത്വം തീരുമാനിക്കട്ടെ. പ്രണയത്തിന് മുമ്പിൽ ഈ ക്ഷുദ്രവികാരങ്ങൾ, താരതമ്യേന നിസ്സാരമായ വികാരങ്ങളാണ് ഈ
ഈ വിശ്വാസം, മതം എന്നൊക്കെ പറയുന്ന സാധനം. അത്തരം വിശ്വാസങ്ങൾ കടത്തിക്കൊണ്ടുവരണം. എന്ന് നമ്മുടെ യുവത അതിലേറെ സാറാമ്മയും കേശവൻ നായരുമായിട്ട് ജീവിച്ചൂടെ? ഒറ്റക്കാര്യം, എന്തുകൊണ്ടാണ് ഒരു വീട്ടിനകത്ത്, ഒരു റൂഫിനകത്ത് എത്ര മനുഷ്യരങ്ങനെ ജീവിച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഇന്ത്യ മഹത്തായ ഇത് ആരുടെയൊക്കെ നാടാണെന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇപ്പോ ഇന്ദിരാഗാന്ധി ജീവിച്ചില്ലേ അങ്ങനെ? ഹുമയൂൺ കബീർ, എത്ര പേര് അങ്ങനെ ജീവിച്ചവരാണ്. ഈ എത്ര പേര്, ജോർജ് ഫെർണാണ്ടസ്, എത്രയോ വലിയ വലിയ മനുഷ്യരൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. കേരളത്തിൽ തന്നെ എത്ര പേര് അങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചും പോയ മനുഷ്യർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നു? ഇനിയിപ്പോ ഈ ക്ഷേത്രത്തിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ ക്ഷേത്രത്തിൽ പോയിക്കോട്ടെ, ഒരാൾ ചർച്ചിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, ഒരാൾ മുസ്ലിം മോസ്കിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, എന്താ കൊണ്ട് അപകടം? അതെങ്ങനെയാണ് ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ആത്മാവിൽ ഏറ്റുവാങ്ങിയ ഒരാൾക്ക് അവളുടെ ആചാരങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ അവരുടെ വേഷവിധാനമോ അവളുടെ ഭക്ഷണമോ എങ്ങനെ ബാധിക്കുക? ഒരേ വീട്ടിൽ നോൺ കഴിക്കാത്ത ഭാര്യ ഞങ്ങൾ അതിഥികൾക്ക് വേണ്ടി, അതിഥികൾക്കും ഭർത്താവിനും വേണ്ടി നോൺ ഉണ്ടാക്കി തരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചുമുണ്ട്. ഇതൊക്കെ സംഭവിക്കണ്ടേ? അപ്പം അതുകൊണ്ട് സംസ്കാരത്തെക്കുറിച്ചുള്ള വളരെ മൗലികമായ ചില ചോദ്യങ്ങളാണ് ലവ് ജിഹാദ് ഉയർത്തുന്നത്. അതുകൊണ്ട് ലവ് ജിഹാദ് നിഷേധിക്കുന്നത് അങ്ങേയറ്റം കാപട്യമാണ്, സത്യസന്ധമല്ല. ലവ് ജിഹാദ് ഉണ്ട്. ഇനി ലവ് ജിഹാദിൻ്റെ മേൽ നടപടിയെടുക്കുക, അതിനുവേണ്ടി നിയമം കൊണ്ടുവരിക, അതിന് പോലീസും പട്ടാളവും ഇറങ്ങിയിട്ട് തോക്ക് ചൂണ്ടിയിട്ട് ലവ് ജിഹാദ് അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിനും അപകടമുണ്ട്. ഒന്ന്, ഔട്ട് ഓഫ് വില്ലാണെങ്കിൽ അത് തെറ്റാണ്. ബോധ്യപ്രകാരം ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ, എത്രയോ പേരുണ്ട് മുസ്ലിം പയ്യന്മാർ തിരിച്ച് ഹിന്ദുവായി പോയത്. കാരണം എനിക്ക് അവളോട് കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ, ഞങ്ങൾക്ക് ആടിപ്പാടി നടക്കാൻ, ഞാൻ അവരുടെ ഒരു കാസ്റ്റിലേക്ക്. ക്രിസ്ത്യാനിയായ എത്രയോ മുസ്ലിം എനിക്കറിയാം, അങ്ങനെയുണ്ട്, ഹിന്ദുക്കളുണ്ട്, തിരിച്ചുമുണ്ട്. ഇതൊക്കെ അവരുടെ വില്ലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആത്യന്തികമായിട്ട് ഇത് പരാതിപ്പെടുക എന്നത് എളുപ്പമല്ല. ജെനുവിനായ പരാതിക്കാരെ ഉണ്ടാക്കി തീർക്കുക എളുപ്പമല്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് എപ്പോഴെങ്കിലും ഇതിനിരയായി തീർന്ന ഒരു പെൺകുട്ടി പരാതിപ്പെട്ടാൽ അത് ഭൂമിയിൽ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തിയതാണെന്നൊരു പെൺകുട്ടി മൊഴി കൊടുക്കുക. രണ്ട്, അതിൻ്റെ പേരിൽ എനിക്ക് നാട് വിടേണ്ടി വരിക, അതിനു വേണ്ടി ഒരുപാട് പണികൾക്ക് കാരിയർ ആവേണ്ടി വരിക, അതിനുവേണ്ടി ഈ പറയുന്ന ജിഹാദി പ്രവർത്തനങ്ങൾക്ക്, മതപ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടേണ്ടി വരും. ഇതൊന്നും ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ചതല്ല. ഇവന്റെ കൂടെ ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൾ ആഗ്രഹിക്കാത്ത വഴിയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുക. പെൺകുട്ടി പരാതിപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. പക്ഷേ അല്ലാത്ത തരത്തിലുള്ള വകുപ്പുകൾ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയും. അത് നമുക്ക് ആ നിയമത്തിന്റെ ഒരു ഡ്രാഫ്റ്റും ഒക്കെ വരട്ടെ. എനിക്ക് തോന്നുന്നു അത് അന്തിമമായില്ല എന്ന് തോന്നുന്നു. വരട്ടെ, അതായത് ലഭ്യമാകുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, നന്ദി.